ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1089 ദിവസമായി ഇന്ന് 2024 മെയ് മാസം 8 തീയതി ബുധനാഴ്ച. 1199 ആണ്ട് മേടമാസം 25 തീയതി. ഗുരുവചനങ്ങളിലൂടെ ഒന്നു മാത്രമേ നേരായിട്ടുള്ളൂ, ഈ കാണുന്നതൊന്നും നേരല്ല. മനുഷ്യർക്ക് സത്യവും ധർമ്മവും വേണം. ആർക്കും ആയുസ് നിൽക്കുകയില്ലെന്ന് ഓർമ്മയുണ്ടാകണം. ശ്രീനാരായണ ഗുരുദേവൻ സദാചാരം. ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ 366 മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ആയുസ് ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഒന്നു മാത്രമേ നേരായിട്ടുള്ളൂ, ഈ കാണുന്നതൊന്നും നേരല്ല. മനുഷ്യർക്ക് സത്യവും ധർമ്മവും വേണം. ആർക്കും ആയുസ് നിൽക്കുകയില്ലെന്ന് ഓർമ്മയുണ്ടാകണം. ശ്രീനാരായണ ഗുരുദേവൻ്റെ സദാചാരം എന്ന കൃതിയിൽ നിന്നുള്ളൊരു ഭാഗം. ഇന്ന് വളരെ പേർക്ക് സുഗന്ധം നൽകിയ ഒരു പൂവിന് നാളെ അതേ സുഗന്ധം അതേ നിലയിൽ പരത്തുവാൻ കഴിയുന്നതല്ല. ഒരു സമയം കഴിയുമ്പോൾ അത് അടർന്നു പോകുന്നു. കുറേ കഴിയുന്നതോടെ ആ ചെടിയും ഇല്ലാതെയാവുന്നു. ഇതുപോലെ ഉള്ളതായി കാണുന്നതെല്ലാം ഓരോരോ ഘട്ടമെത്തുമ്പോൾ കൊഴിഞ്ഞു പോകുന്നവയാണ്. ഇങ്ങനെ അനിത്യങ്ങളായ വസ്തുക്കളെ കൊണ്ടാണ് പ്രകൃതി നിറഞ്ഞു നിൽക്കുന്നത്. അനിത്യങ്ങളായുള്ളവയൊന്നും നേരല്ല എന്നർത്ഥം. ഇപ്രകാരം നേരല്ലാതിരിക്കുന്ന ബാഹ്യവസ്തുക്കളെ നേരായി കണ്ട് സുഖാനുഭവത്തിനായി പരിശ്രമിക്കുന്ന മനുഷ്യന് അല്പം ആയുസേ ഉള്ളൂ. പക്ഷേ ഇത് പലരും മറന്നു പോവുകയാണ്. മറ്റുള്ളവയൊക്കെ ഇല്ലാതായാലും താൻ നിലനിൽക്കുമെന്നാണ് പലരുടെയും വിചാരം. നിത്യമേത് അനിത്യമേത് എന്ന വകതിരിവില്ലായികയാൽ നേരേത് നേരല്ലാത്തതേത് എന്നറിയാതെ എല്ലാം നേര് തന്നെയെന്ന് ധരിച്ച് ജീവിക്കുന്ന മനുഷ്യർ ഒന്നറിയേണ്ടതുണ്ട്. അതായത് സങ്കടക്കടലിലാണ് നേരറിയാത്ത മനുഷ്യരുടെ കിടപ്പ്. അതിൽ നിന്ന് കര കയറുന്നതിന് ഒരു ഉപായമേയുള്ളൂ. സത്യവും ധർമ്മവും കൈവിടാതിരിക്കണം. അനിത്യസുഖഭോഗങ്ങളിൽ വീണുവലയാതെ സർവവസ്തുക്കളുടെയും പിറപ്പിനും നിലനിൽപ്പിനും മറയലിനും ആധാരമായിരിക്കുന്ന ഒരു നേരുണ്ട് എന്നറിയണം. അങ്ങനെ ഈ ആയുസ് ദൈർഘ്യമില്ലാത്തതാണെന്നോർത്ത് ഉള്ള ആയുസ് പൊലിയും മുമ്പ് ഈ ജീവിതത്തെ ധന്യമാക്കണം. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.